ശ്രീദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീദാസൻ, ഈ പ്രതിപക്ഷ നിരയിലെ ഒരു അനൈക്യം അതിപ്പോൾ ശക്തമാവുകയാണോ? തീർച്ചയായിട്ടും ഇത് ഈ ഇന്ത്യ മുന്നണി തീർത്തും തകർന്നു. ഒന്നാമത് കിരൺ ബാബു, ഈ രാഹുൽ ഗാന്ധി ഇപ്പം മുൻ പ്രേക്ഷകൻ പറഞ്ഞ പോലെ ഒരു ഇന്ത്യ പോലത്തെ രാജ്യത്തെ പ്രതിപക്ഷത്തെ നയിക്കാനുള്ള ഒരു കഴിവുള്ള നേതാവേയല്ല രാഹുൽ ഗാന്ധി. ഇപ്പൊ തമിഴ്നാട്ടിൽ നോക്ക്, എന്തുമാത്രം ചെറ്റത്ര ചെയ്ത് സ്റ്റാലിന്റെ കൂടെ ഇലക്ഷന് മത്സരിക്കുക, ജയിച്ചു കഴിഞ്ഞ പാട് നേരെ എതിർഭാഗത്തേക്ക് ആയില്ല. ഇതൊക്കെ തോന്നിവാസല്ലേ? ഇപ്പൊ ഒരു കാലത്ത് നമ്മുടെ നാട്ടില് ചന്ദ്രശേഖരൻ, വി ടി സിംഗിനുള്ള കാലത്തുള്ള നേതാക്കന്മാർ ദേശീയ തലത്തിൽ ഇല്ല. ഇപ്പൊ MA വിജയരാഘവനൊക്കെയാണ് ദേശീയ നേതാക്കന്മാർ. അപ്പൊ ഇത് ഒരു ഏകകക്ഷി ഭരണം, ഒരു ഏക മുന്നണി ഭരണം BJP നേതൃത്വത്തിൽ കുറച്ചു കാലം തുടരും. ഇപ്പൊ ഈ നമ്മളെ കർണാടകയിൽ കാണുന്നില്ലേ? കർണാടകയിൽ ഈ ഇലക്ഷന് മുമ്പായിട്ട് ദേവഗൌരിയും BJP ഒന്നിച്ചു തന്നില്ലെങ്കിൽ ഇവിടെ കോൺഗ്രസ് അധികാരത്തിൽ വരില്ലെന്ന് കർണാടകയിൽ അവിടെ BJP വരുമായിരുന്നു. ഇപ്പം മമതയുടെ അവസ്ഥ നോക്ക്. മമതയുടെ കൂടെ ഇപ്പം 28 പേര് ഇങ്ങോട്ട് മാറാൻ തയ്യാറായാൽ മമതയെ ഇപ്പൊ 20 MP BJP കൂടെ വേണം. അല്ലെങ്കിൽ കൂറുമാറ്റ നിരോധന നിയമം പ്രാബല്യത്തിൽ വരും. അപ്പോൾ ഇവര് സ്ഥാനം പോകും. അതുകൊണ്ടാണ് ഇവർ കാത്ത് 8 പേരും കൂടെ കിട്ടിക്കഴിഞ്ഞാല് ആ 28 ആള് BJP പറ്റേണ്ടി ചേരും. അപ്പോ കുറച്ചു കാലത്തേക്ക് ഇനി BJPന്റെ ഒരു ഏക മുന്നണി ഭരണം ഉണ്ടാവും എനിക്ക് തോന്നുന്നു. കാര്യം രാഹുൽ ഗാന്ധി അടിയന്തരമായിട്ടും കേരളത്തിൽ ഇപ്പൊ UDF വന്നത് പിണറായി വിജയനോട് ഒറ്റ വെറുപ്പുകൊണ്ടാണ്. അല്ല, ഒരു കാരണവശാലും UDFനോട് അനുകൂലമായിട്ട് ഞങ്ങൾ ചിന്തിച്ചിട്ടല്ല പിണറായി വിജയനോടും ഇവരെ പാർട്ടി നയത്തോടുള്ള എതിർപ്പ്, ഒരു ഹിന്ദുത്വ പ്രീണനം. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് തിരിച്ചു വോട്ട് ചെയ്തു. ഇതൊക്കെ കൊണ്ടാണ് കോൺഗ്രസ് തകർപ്പണമായി കഴിഞ്ഞു. കോൺഗ്രസ് ഇനി ദേശീയ തലത്തിൽ രക്ഷയില്ല. രാഹുൽ ഗാന്ധി ആദ്യമായിട്ട് മാറിയിട്ട് ഒന്നുമില്ലെങ്കിൽ നമ്മൾ ശശി തരൂർ പ്രസിഡന്റ് ആക്കുക, എന്നാൽ കുറെ മാറ്റം ഉണ്ടാവും. ഇയാൾക്ക് ഒരു കഴിവില്ല, കഴിവ് കെട്ട നേതാവാണ് കിരൺ ബാബു. വല്ലാതെ പറയാൻ ശ്രീ ദാസൻ, നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്, തകർന്നു നിന്ന ഒരു പാർട്ടിയെ മടക്കിക്കൊണ്ടിരുന്ന ആൾ. കഴിവുകെട്ട നേതാവാണെന്ന് പറയാൻ കഴിയില്ല. അയാൾക്ക് ചില കുഴപ്പങ്ങൾ ചിലപ്പോൾ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ അങ്ങനെ ഒരാൾ ആക്ഷേപിക്കുന്നത് ശരിയല്ല. ഇപ്പുറത്ത് വലിയ ശക്തിയായി മോദിയും അമിത്ഷായും ഒക്കെ നിൽക്കുന്ന BJPയുടെ വലിയ സെറ്റപ്പിനോട് പൊരുതി നിന്ന് ഒരാൾ മടക്കി കൊണ്ടുവരുന്നില്ല. അപ്പോൾ അങ്ങനെ തീരെ മോശക്കാരനാണെന്ന് പറയാൻ കഴിയില്ല. എവിടെയൊക്കെ മോദിയെ പറ്റി നമ്മൾ ഒരിക്കൽ വിമർശിച്ച് ഉടനെ അപ്പാടെ കെട്ടിപ്പിടിച്ച് പോകും. അയാൾക്ക് ഒരു പക്വതയില്ല നേതാവാണ്, ഒരു പക്വതയില്ല. അത് എങ്ങനെയാണ് ശ്രീ ദാസൻ? പക്വതയില്ലാത്ത തന്ത്രപരമായ നിലപാടുകൾ സ്വീകരിച്ചില്ല എന്ന് പറയാം. പക്ഷെ പക്വതയില്ലാത്ത ഒരു നിലപാടുകൾ